വിജയിക്കും. UDF കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പുതുപ്പള്ളി എന്നൊരാൾ വേണം കൈവക്കാൻ. പുതുപ്പള്ളിയിൽ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ മത്സരിക്കാൻ ഇനിയിപ്പോൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ വന്നാൽ എന്തൊക്കെയായിരിക്കും മുമ്പോട്ട് വെക്കുക, അല്ലെങ്കിൽ വോട്ടർമാരോട് പറയാനുള്ള കാര്യം? തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ 2 വർഷം ചെയ്ത പ്രവർത്തനം, മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ എന്താ പറയുക, ഭവനരഹിതരില്ലാത്തൊരു പുതുപ്പള്ളി എന്നുള്ള സ്വപ്നമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. 50 വീടുകൾ ഞങ്ങൾ പണിഞ്ഞു തുടങ്ങിയിരുന്നു, 48 കൈമാറി, കേരളത്തിലാകെയും പുതുപ്പള്ളി 41 കൂടെ. അങ്ങനെ അതിനോട് ചേർന്ന് 100 വീട് കൂടെ വെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. 100 വീടുകൾ അടുത്ത 5 വർഷം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു തുടക്കത്തിലായി 25 വീടുകൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിവിധ പദ്ധതികൾ. പിന്നെ സ്പോർട്സ് ഹബ്ബാക്കി പുതുപ്പള്ളിയെ മാറ്റണം. പാമ്പാടിയിൽ ഇന്റർനാഷണൽ ഒരു സ്റ്റേഡിയം അടക്കമുള്ള സ്വപ്നങ്ങളുണ്ട് നമുക്ക്. അതിനുള്ള പ്രവർത്തനം നടത്തുന്നു. എതിർഭാഗത്തുള്ളവർ പ്രധാനമായും പറയുന്നൊരു കാര്യം, ചാണ്ടിയുമ്മൻ ഒരു ഷോ കാണിക്കുന്നു, അതിനപ്പുറത്തേക്കല്ലാതെ ഉമ്മൻചാണ്ടിയുടെ ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ അതിനുശേഷം മറ്റൊരു വികസനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അഴിച്ചുവിടുന്നുണ്ട്. ഈ ഷോ എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല. 50 വീട് പണിഞ്ഞാണോ ഷോ? 2.5 വർഷം കൊണ്ട് 50 വീട് പണിഞ്ഞാണ് ഷോ ഞാൻ കാണിക്കും. ഇനി 100 വീട് വെക്കാനിരിക്കുന്നത്. 150 വീട് ഞങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്തു തീർക്കും. എന്നാൽ എൻ്റെ ഒരു സ്വപ്നമാണ്, എൻ്റെ പദ്ധതി. അതിലേക്കാണ് കാര്യങ്ങൾ നീക്കി വെക്കുന്നത്. അവർക്ക് ഇഷ്ടമല്ലേ എന്താ പറയുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത്, അവർക്കെന്തും പറയാം. എന്തായാലും ജനങ്ങൾക്കൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനം പുതുപ്പള്ളിയിൽ ഉണ്ടാകും. UDF സജ്ജമാണല്ലേ? തീർച്ചയായിട്ടും UDF വിജയിക്കും. UDF കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പുതുപ്പള്ളി എന്നൊരാൾ വേണം കൈവക്കാൻ. തീർച്ചയായും. എന്തായാലും പുതുപ്പള്ളിയിൽ നിന്ന് വരുന്ന UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈവക്കാൻ ഒരാൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. മറ്റൊരു വിവാദങ്ങൾക്കും അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആണയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അനന്തുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.